2026 നമ്മളൊരു യാത്ര തുടങ്ങിയിട്ട് നമ്മളെവിടെ എത്തിയിട്ടില്ല എന്ന് മനസ്സിലായി. കാരണം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ആ 12 വീക്ക് ഇയർ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അതിനെപ്പറ്റിയിട്ട് സംസാരിച്ചപ്പോൾ പലരും ലൈഫിൽ എവിടെയൊക്കെ എത്തണമെന്ന് വിചാരിക്കണതോ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെച്ച് വീണ്ടും ആ ഒരു മൊമെൻ്റം നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. കാരണം ആ വീഡിയോ വന്നതിന് ശേഷം ഒത്തിരി പേര് നമ്മളെ കോൺടാക്ട് ചെയ്തു. ഒത്തിരി പേര് നമുക്ക് ആ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തു. പലരും അവരുടെ ജേർണി വീണ്ടും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഒരു 12 വീക്ക് അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് പീരീഡിലേക്ക് ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് പലരും അതിൻ്റെ ഒരു സ്ട്രെങ്ത് പലരും മനസ്സിലാക്കി, അല്ലെങ്കിൽ ചില ആളുകൾ അങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്ന് മനസ്സിലാക്കി എന്ന് എനിക്ക് തോന്നി. കാരണം നമ്മളെ കൂടുതലും മനുഷ്യനെ പറ്റി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവത്തെ പറ്റി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. എവ്രിബഡി ഈസ് ഡിഫറെൻറ്റ്, എവ്രിബഡി ഈസ് യുണീക്ക്. ചില ആളുകളുടെ നമ്മൾ പറയില്ല ഒരു മെൻ്റൽ മോഡൽ എന്നൊക്കെ പറയാം. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വേർഡാണ് മെൻ്റൽ മോഡൽ. അല്ലെങ്കിൽ ഓരോ ആളുകളും ഓരോ സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു, ഓരോ ആളുകളും ഓരോ സാഹചര്യങ്ങളോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഒപ്പം തന്നെ എങ്ങനെ അവൻ ആ ഒരു ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് വർക്ക് ചെയ്യാൻ പഠിക്കുന്നു എന്നുള്ള രീതിയിൽ ഉള്ളൊരു ഒരു ഒരു സോർട്ട് ഓഫ് ഒരു ഏരിയ ഓഫ് സ്റ്റഡിയാണ് ആ ഒരു മെൻ്റൽ മോഡൽ എന്ന് പറയുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ഒരേപോലെ വർക്ക് ചെയ്യണ മെൻ്റൽ മോഡൽ ആയിരിക്കില്ല. പക്ഷേ എല്ലാവരിലും കുറേ യുണീക്കായിട്ടുള്ള കുറേ സ്ട്രെങ്ത് ഉണ്ടാവാം, കുറേ യുണീക്കായിട്ടുള്ള വീക്ക്നെസ് ഉണ്ടാവാം. കാരണം ഞാൻ അന്ന് പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചൊരു വെരി ലോങ് ടൈം ഗോള് സെറ്റ് ചെയ്യുക, അത് ഓരോ ദിവസം പ്രാവർത്തിയാക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നിയർലി ഐ സംടൈംസ് സ്ട്രഗിൾ വിത്ത് ഇറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു 12 വീക്കിനെ പറ്റിയിട്ട് പറഞ്ഞതും അത് ഒത്തിരി പേര് അതിൽ മനസ്സിലാക്കിയെന്ന് പറഞ്ഞതും. കാരണം നമ്മളെപ്പോഴും നമുക്ക് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. വി ടെൻഡ് ടു കമ്പയർ അവർ സെൽഫ് വിത്ത് അതേഴ്സ് ഓൾ ദി ടൈം. നമ്മൾ മറ്റുള്ളവരായിട്ട് എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആളുകളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ സ്ട്രെങ്തോ വീക്ക്നെസ്സോ മനസ്സിലാക്കാണ്ട് ഒരാളിങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാ, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒത്തിരി ആളുകളുണ്ടാവാം. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ആ ഒരു കമ്പാരിസനാണ് എപ്പോഴും നമ്മളുടെ ആ ഒരു ജോയിനെ സ്റ്റീൽ ചെയ്യണതും നമ്മളുടെ ആ ഒരു സന്തോഷത്തിൻ്റെ അടുത്ത് കളയണതും നമ്മളെ പ്രോഗ്രസ്സിലേക്ക് എത്താനായിട്ട് നമ്മളെ തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള ഒന്നാമത്തെ ഒരു സാധനം. പക്ഷേ ഇന്ന് ഞാൻ വേറൊരു കാര്യത്തെപ്പറ്റി പറയാൻ ഉദ്ദേശിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ ഒരു യാത്ര ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ആ പീക്ക് പെർഫോമൻസിലുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നതാണ്. നമ്മളങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ യാത്രയുടെ എത്രത്തോളം പ്രോഗ്രസ് ആയി എന്നുള്ളത്, നമ്മളെല്ലാവരും മുന്നോട്ടുള്ള യാത്രയാണല്ലോ, പ്രോഗ്രസ്സിലേക്കുള്ള യാത്രയാണല്ലോ, അത് എങ്ങനെ നമ്മൾ ചെയ്യണു എന്നുള്ളത് നമ്മളുടെ വിജയത്തിനെ എപ്പോഴും ബാധിക്കണ ഒരു സംഭവമാണ്. ചില ആളുകൾ കുറേ ഗോളുകളൊക്കെ അച്ചീവ് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ വി സ്റ്റിൽ ഫീൽ ലൈക്ക് നമ്മൾ എവിടേക്കോ എന്തൊക്കെയോ നഷ്ടപ്പെടുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവാം. അതൊരു മോട്ടിവേഷൻ്റെയോ അല്ലെങ്കിൽ നമുക്കൊരു ഡിസിപ്ലിൻ ഇല്ലാത്തതിൻ്റെയോ ഒന്നും പ്രശ്നമല്ല. നമ്മൾ ഒരു സക്സസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ എങ്ങനെ മെഷർ ചെയ്യണു ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഐ എം ടോക്കിംഗ് മോർ അബൌട്ട് ലൈക്ക് ഒരു ബുക്ക് ഞാൻ റീസെൻ്റ്ലി വായിച്ചതാണ്, മുമ്പെന്നോ വായിച്ചതാണെന്ന് തോന്നുന്നു. ഒരു ഡാൻ സലിവൻ്റെ ഒരു ബുക്കിലാണ് എനിക്ക് ഈ കൺസെപ്റ്റ് എനിക്ക് കിട്ടിയത്. ഐ ക്വൈറ്റ് ലൈക്ഡ് ഇറ്റ് ആക്ച്വലി. നമുക്ക് 2 രീതിയിൽ നമ്മളുടെ പ്രോഗ്രസ്സിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. നമ്മളുടെ ഗ്യാപ്പ് വേഴ്സസ് ഗെയിൻ എന്ന് പറയും. ഈ 2 രീതിയിൽ ഒരു രീതി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും, ഒരു രീതി നിങ്ങളെ കൂടുതൽ മുന്നിലോട്ട് തള്ളും. പക്ഷേ മറ്റൊരു രീതി ഇറ്റ്സ് ഗോണ കിൽ യുവർ പ്രോഗ്രസ്. നമ്മളുടെ പ്രോഗ്രസ്സിനെ വളരെ ഹാംഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യാൻ പാകത്തിന് ശക്തിയുള്ള ഒരു മെത്തേഡാണ് നമ്മൾ രണ്ടാമത്തെ. ഇതറിഞ്ഞോ അറിയാതെയോ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ആ ഒരു ലൈഫിൽ നമ്മുടെ ജീവിതം എവിടേക്ക് എത്തുന്നു, എവിടേക്ക് പോകണു എന്നുള്ളത് നമ്മൾ സെൽഫ് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് സമയമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നമ്മളോട് തന്നെ ആ ഒരു ഇൻറ്റേർണലി നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം പ്രത്യേകിച്ച് മലയാളികൾ, അല്ലെങ്കിൽ ജനറലി നമ്മളുടെ പ്രോഗ്രസ്സിനെ എപ്പോഴും മെഷർ ചെയ്യുന്നത് നമ്മൾ ഗ്യാപ്പ് വെച്ചിട്ടാണ്. നമ്മളൊരു മെഷറിങ് യു വിത്ത് ദ ഐഡിയൽ സെൽഫ് ഓഫ് യു. ഐഡിയൽ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ എത്തേണ്ടത്, അത് ചിലപ്പോൾ പലപ്പോഴും സെറ്റ് ചെയ്യുന്ന ഒരു വലിയ ഗോളിലായിരിക്കാം. അവിടെ നിന്ന് അവിടേക്കുള്ളൊരു ദൂരത്തിന് വെച്ചിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്യുക. ഇപ്പോൾ ഞാനൊരു കാലത്ത് അങ്ങനെയായിരുന്നു. ഐ തിങ്ക് നമ്മളുടെ ഉള്ളിലെല്ലാം നമ്മൾ അൺകോൺഷ്യസ്ലി നമ്മളെപ്പോഴും പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറേ ചിന്താഗതികളുണ്ടല്ലോ. നമ്മൾ 1-ാം ക്ലാസ്സിൽ സ്കൂളിൽ ചേരുമ്പോൾ തന്നെ 10-ാം ക്ലാസ്സിൽ SSLC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആയി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞ് അങ്ങനെ ഒരു വളരെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടായിരിക്കും നമ്മളുടെ പാരൻസ് എല്ലാം വളർത്തിയിട്ടുള്ളത് ഒരു പരിധി വരെ.
അങ്ങനെ നമ്മൾ വലിയ ഒരു ഡെസ്റ്റിനേഷൻ വെച്ച് മെഷർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ കുറേ പുറകിലാണ്. നമുക്ക് ആ ഒരു ഗ്രോത്ത് അളക്കാൻ ഭയങ്കര പാടായിരിക്കും. കാരണം നമ്മളൊരു വലിയ ഗോളിൽ വലിയ കാര്യങ്ങളെ വെച്ചിട്ടാണല്ലോ നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും. അത് നമ്മളെ മുന്നിലോട്ട് നയിക്കേണ്ടതിനേക്കാളും കൂടുതൽ നമ്മളെ പുറകിലോട്ടാണ് അത് നയിക്കാൻ സാധ്യത കൂടുതൽ. കാരണം നമ്മൾ ആ ഒരു റോങ് മെഷറിംഗ് സ്റ്റിക്കാണ് അതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അളക്കണ കോല് വളരെ വ്യത്യസ്തമുള്ള സാധനമാണ്. ഇവിടുന്ന് അങ്ങോേ ദൂരത്തേക്ക് അളക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്കെപ്പോഴും ഒരു ഗിൽട്ടായിരിക്കും, നമ്മളെവിടെ എത്തിയില്ലല്ലോ എന്നുള്ളൊരു ഫീലായിരിക്കും. അത് നമ്മൾ ശരിക്കും ഒത്തിരി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. അതായത് നമ്മളൊരു ഒരു അങ്ങനെ നമുക്ക് അത് വലിയ ഗോളാവുമ്പോൾ നമുക്ക് അളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകുമ്പോൾ യു ടെൻ ടു കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. അപ്പോൾ നമ്മൾ റീൽസ് എടുത്ത് നോക്കും, മറ്റുള്ള ആളുകൾ അവരെങ്ങനെ ജീവിക്കണം നോക്കും, അവരുടെ ഫാമിലി എന്താണെന്ന് നോക്കും, അവരുടെ ഹാപ്പിനെസ് അവർ കാണിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ മിക്കവാറും നമ്മളൊരു ഫാൻറ്റസി ലോകത്തിലേക്ക് വീടും. ഇപ്പോൾ ഒരു ഓൺഗോയിങ് ആയിട്ട് നമ്മൾ ആങ്ഷ്യസ് ആയിരിക്കും, ഡിപ്രസ്ഡ് ആയിരിക്കും. ഒരു ലൈഫ് വിൽ സംടൈംസ് മേ എൻഡ് അപ്പ് ഇൻ ഒരു വെരി ബ്രോക്കൺ സ്റ്റേറ്റിലേക്കായിരിക്കാം. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന അളവ് പോലെ വ്യത്യാസമുള്ളത് കൊണ്ടാണ്. പക്ഷേ നമ്മൾ അതിന് പകരം നമ്മളൊരു ഗെയിൻ ഷിഫ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുക. ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്ന് നിങ്ങൾ മെഷർ ചെയ്ത് നോക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു മേ ബി 1 വർഷം പുറകിലായിരിക്കാം, 2 വർഷം പുറകിലായിരിക്കാം, 3 വർഷം പുറകിലൊക്കെ ആയിരിക്കാം. നമ്മൾ നിങ്ങൾ എത്തിച്ചേരേണ്ട ഡെസ്റ്റിനേഷനിൽ നിന്ന് എത്രത്തോളം അകലെയാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം എത്രത്തോളം ദൂരം ഞാൻ മുന്നിലോട്ട് വന്നു എന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഫ്ലിപ്പ് ഇൻ ദ തോട്ട്, അതായത് ഹൗ ഫാർ ഹാവ് ഐ കം എന്ന് പറയാം സിംപ്ലി. അത് കിട്ടുന്ന റിസൾട്ട് ഭയങ്കര വ്യത്യാസമായിരിക്കും. ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ തന്നെ ജേണി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ജോലിയിലായിരുന്നു, കരിയറിൽ കുറേ ചെയ്തു, ഞാൻ പ്രോഗ്രസ് ചെയ്ത്, പിന്നെ ഞാൻ സംടൈംസ് എൻ്റെ ജോലിയിൽ നിന്ന് ഞാൻ ക്വിറ്റ് ചെയ്തു. എനിക്ക് വലിയ ഗോളുകളുണ്ട്, വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ആ അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു ദൂരം അല്ലെങ്കിൽ അത് ഐ നോ ഇറ്റ്സ് എ വെരി ബിഗ് തിങ് ആണ് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് നോക്കിയിട്ട് അയ്യോ ഞാൻ അതിൻ്റെ എവിടെ എത്തില്ലല്ലോ എന്ന് പറയുന്നതിന് പകരം നമ്മൾ കുറച്ച് ഞാനൊരു 3 വർഷം മുമ്പോ 4 വർഷം മുമ്പോ ഉള്ള എന്നിൽ നിന്ന് ഞാൻ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സൈക്കോളജിക്കലി കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി യു ഫൈൻഡ് തിങ്സ് ദാറ്റ് എൻകറേജിങ് യു. നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ നമ്മളൊന്ന് എൻകറേജ് ചെയ്യാവുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഒരു ഹെൽപ്ഫുള്ളാണ്. കാരണം നമ്മൾ അവിടെ ഫാൻറ്റസി അല്ല കാണുന്നത്, യു സീ റിയൽ ഗ്യാപ്പ്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെയായിരുന്നു എനിക്കൊരു പാളിച്ച പറ്റിയെന്ന് നമുക്ക് ഇത്തിരി കൂടിയും ഈസിലി തിരിച്ചറിയാൻ പറ്റും. അവിടെയാണ് നമ്മൾ ആ ഒരു റിഫ്ലക്ഷൻ മെത്തേഡും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞൊരു ബുക്കിനെ പറ്റിയിട്ട് പറഞ്ഞായിരുന്നു, റേ ഡാലിയോ പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ അവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ അത്രയും നാളുകൾ കൊണ്ട് ഇവിടെ ഞാൻ എത്തി. എവിടെയായിരുന്നു ഞാൻ? യെസ്, ഐ ക്യാൻ സീ മീ പ്രോഗ്രസിങ് റാദർ ദാൻ ഞാൻ ഡിപ്രസിങ് അല്ല, ഞാൻ വന്ന ജേണിയിലോ യെസ് അതിൽ ഓരോ ദിവസങ്ങളിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷേ എങ്കിലും മൈ ഗ്രാഫ് ഈസ് ഓൾവേസ് ഗോയിങ് അപ്പ്. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും പോകാൻ പറ്റണമെങ്കിൽ നമ്മൾ ആ ഒരു കമ്പാരിസൺ എപ്പോഴും കൂടുതൽ നമ്മൾ കമ്പയർ ചെയ്യണത് നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളതിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു. സെയിം റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആ ജേണിയിലേക്കുള്ള പ്രോഗ്രസ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിന്ന് എവിടെ എത്തി എന്നുള്ളത് നോക്കുന്നതും നമ്മൾ ഇവിടെ നിന്ന് ഇനി എത്രയോ ദൂരം നമുക്ക് മുന്നോട്ടുണ്ട് നോക്കുന്നതും രണ്ടാണ് അല്ലേ. ഒരേ കാര്യം നമ്മൾ മെഷർ ചെയ്യണം. സത്യത്തിൽ നമ്മൾ അളക്കുകയാണ്, നമ്മളുടെ പ്രോഗ്രസ് അളക്കുകയാണ്. പക്ഷെ നമ്മൾ അതിനെ ഉപയോഗിക്കുന്ന രീതി അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഒന്ന് വ്യത്യാസമാണ് മാത്രം. അപ്പോൾ അത് നമുക്ക് നമ്മളുടെ ലൈഫിൻ്റെ ഒരു മെയിൻ ടേണിംഗ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഒത്തിരി സ്ട്രെങ്ത് കിട്ടും ആസ് ലോങ് ആസ് യു ആർ ഓണസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ ആ ഒരു ഐഡിയൽ ഫ്യൂച്ചർ ഡേയിലേക്ക് നമ്മളെ ഓരോ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവിടേക്ക് എനിക്ക് ഇത്ര ദൂരം ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ യു ആർ സോർട്ട് ഓഫ് മൂവിങ് എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ യു ആർ മെഷറിങ് എഗെയിൻസ്റ്റ് ഫാൻറ്റസി. നമ്മളൊരു മായാലോകത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, വി നീഡ് ദാറ്റ്. ആ ഒരു ബിഗർ വിഷൻ എപ്പോഴും വേണം, ബിഗർ ഗോൾ എപ്പോഴും വേണം. പക്ഷേ എങ്കിലും നമ്മൾ അതിനെ കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഒരു മെഷർ ചെയ്യുന്ന രീതി ഇറ്റ് കുഡ് ബി സ്ലൈറ്റ്ലി ഡിഫറൻ്റ് ആയിരിക്കാം എന്നെനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇറ്റ് ഈസ് ഹെൽപ്പിങ് മീ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഐ ആം ഡിഫറെൻറ്റ്, യു ആർ ഡിഫറെൻറ്റ്. പക്ഷേ നമ്മളുടെ എല്ലാവരുടെ ഇടയിൽ ചില മെൻ്റൽ മോഡലുകൾ, ചില കാര്യങ്ങൾ നമ്മൾ ഒത്തിരി കണക്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. ഇറ്റ് ക്യാൻ ബി യൂസ്ഫുൾ. ഇപ്പോൾ ഐ ബിലീവ് ഒരു സ്ലൈറ്റ് ചേഞ്ച് ഇൻ ദ പെർസെപ്ഷൻ, അതായത് കുറച്ച് നമ്മളാരും ചിന്തിക്കുന്ന രീതിയിൽ ഒന്ന് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മൾ കാണുന്ന ആനത്തല പ്രോബ്ലം ചിലപ്പോൾ നമുക്ക് ആനത്തല പ്രോബ്ലം ആയിട്ട് തോന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഗെയിൻ ചെയ്യണ കാര്യങ്ങൾ അല്ല നമുക്ക് ഈസിലി ട്രാക്ക് ചെയ്യാൻ എളുപ്പം. കാരണം നമ്മൾ കഴിഞ്ഞതാ. വി ആർ സോ ക്ലോസ് ആണ് കഴിഞ്ഞ കാര്യങ്ങളോട്. ആ പ്രോഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തിനേക്കാളും കഴിഞ്ഞ ആഴ്ചകളെക്കാളും വാട്ട്സ് ബെറ്റർ നൗ ദാൻ വെൻ ഐ സ്റ്റാർട്ടഡ്. കഴിഞ്ഞതിനേക്കാൾ എത്രത്തോളം ബെറ്റർ ആയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ സീ ദ ഗ്യാപ്പ്. അവിടെ നമുക്ക് ഗ്യാപ്പ് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് സമയം പോയിക്കൊണ്ടിരിക്കേണ്ടത് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നൊരു കാര്യമുണ്ട്. യു ഹാവ് ടു ക്ലോസ്ലി മോണിറ്റർ യുവർ സ്ക്രീൻ ടൈം. എത്രത്തോളം സമയം നിങ്ങൾ സ്ക്രീൻ ടൈമിൽ ഉപയോഗിച്ചു, എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റി. യു ഹാവ് ടു സോർട്ട് ഓഫ് സംഹൗ യു ഹാവ് ടു ലവ് യുവർ സെൽഫ്, യു ഹാവ് ടു പ്രൈസ് യുവർ സെൽഫ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആക്കണമെങ്കിൽ നമുക്ക് ഇതെല്ലാം ചെയ്തേ പറ്റൂ. അപ്പോൾ നമുക്ക് എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ മേ ബി ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഈച്ച് വീക്ക് യു റാദർ ദാൻ യു ലുക്കിംഗ് അഹെഡ് ഇനി എത്ര ദൂരങ്ങളും കൂടി ഉണ്ട് മുന്നിലോട്ട് എന്നുള്ളതിനേക്കാളും തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ സംഭവം അതിൻ്റെ ഒരു മിഡ് പോയിന്റ് വരെ യു വിൽ ഫീൽ ലൈക്ക് യു മൂവിങ്, യു പ്രോഗ്രസിങ്. ആ ഒരു ജേണീനെയാണ് നമ്മൾ എംബ്രേസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മളെപ്പോഴും വലിയ ഗോള് നമുക്ക് കുറേ പൈസ വേണം, വീടുണ്ടാക്കണം, എല്ലാ സ്വപ്നങ്ങളും നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പുറകിലോട്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഐ തിങ്ക് ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി നമുക്ക് ആ ഒരു വിഷനിൽ ആ ഒരു മൂവ്മെൻറ്റിൽ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് ബേസിക്കലി സയൻസും സ്റ്റഡീസും എപ്പോഴും പറയുന്നത്. നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിൽ ഗ്യാപ്പ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ ആ ഒരു ഗ്യാപ്പ് എക്സിസ്റ്റ് ഓൾ ദി ടൈം. പക്ഷേ നമ്മളൊരു അംബീഷ്യസ് മൈൻഡായിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, അംബീഷ്യസ് ആയിട്ടുള്ള ഗോൾസ് അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ആ ഗ്യാപ്പിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, അതിനെ ഇഷ്ടപ്പെടാൻ പറ്റണം. പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റിക്ക് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു അളവ് പോലെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി കൂടി നമുക്കൊരു റിയലിസ്റ്റിക് ആണെന്ന് തോന്നാം. നമുക്ക് നമ്മളോട് ചേർന്ന് നിൽക്കുന്നതാണ് എപ്പോഴും അടുത്തുള്ള കാര്യങ്ങൾ. ഞാൻ 12 വീക്കിൽ പറഞ്ഞ പോലെ തന്നെ അകലെയുള്ള കാര്യത്തിനേക്കാളും അടുത്തേക്ക് വയ്ക്കുന്നു, അതിനോട് ഇത്തിരി കൂടി അടുത്തേക്ക് വയ്ക്കുന്നു. കഴിഞ്ഞു പോയ ഒരു ദിവസങ്ങളിലും ജസ്റ്റ് ഇതിൽ നമ്മളിപ്പോൾ പറയാറില്ലേ, ഒരു യു ആർ ലുക്കിംഗ് ഓർ തിങ്കിങ് അബൌട്ട് ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് ഓഫ് സോർട്ട് ഓഫ് അച്ചീവിങ് സംതിങ്, യു ആർ പ്രോഗ്രസിങ് സംതിങ്, യു ആർ മൂവിങ് സംതിങ് എന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പോകാൻ പറ്റും. ഇപ്പോൾ ഞാൻ അടുത്ത തവണ ഞാനും ലിജിനും കൂടിയിട്ടും ഞങ്ങളൊരു ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ ഡൈവ് ലിറ്റിൽ ബിറ്റ് മോർ ഡീപ്പ് ഇൻ ടു ദിസ് പർട്ടിക്കുലർ സബ്ജക്റ്റ്. പക്ഷേ നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഞാൻ ചെയ്യണോ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഇതിന് താഴെ ഗ്യാപ്പ് എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൂടുതലായിട്ടുള്ള അത്തരം അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റും. സോ പ്ലീസ് ഫീൽ ഫ്രീ ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഗ്യാപ്പ് എന്ന് കമൻറ്റ് ചെയ്യുക. ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഒന്നിച്ച് വളരാം.